കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുറേ ഉപ്പിലിട്ടതാണല്ലേ. ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും സ്വീറ്റ് കോണും ആഹാ, പിന്നെ കുറേ സ്നാക്സുകൾ, നമ്മുടെ കൂന്തൽ തൊട്ട് കാടമുട്ട തൊട്ട് ബജി തൊട്ട് ആഹാ അടിപൊളി. അവിടെ കൂന്തൽ നിറച്ചത് എന്ത് രസമായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ദാണ്ടെ ആ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ ചായ കുടിക്കുമ്പോൾ ആഹാ അടിപൊളി. ആമി മോളോട് പൈനാപ്പിൾ വല്ലാത്ത എക്സ്പ്രഷനാണ് കേട്ടോ അവൾ ഇടുന്നത്. പുളിയാണ് അവൾ എക്സ്പ്രഷൻ ഇടുന്നത് കേട്ടോ. അങ്ങനെ അവൾ കാടമുട്ട ദാണ്ടെ അത്തായിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത്താണെങ്കിൽ ചായയും കുടിക്കുന്നുണ്ട്. അതിനുശേഷം ദാണ്ടെ ഞാൻ വീണ്ടും നമ്മുടെ കൂന്തൽ നിറച്ചത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നല്ല ഉപ്പിലിട്ട പൈനാപ്പിൾ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ദാണ്ടെ കാടമുട്ടയൊക്കെ കഴിഞ്ഞിട്ടേ നല്ല അടിപൊളി ബജിയും ചൂട് ചായയും കല്ലുമക്കായയും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ബജി ആ ചട്നിയിലോട്ട് മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. ആവിമുളയുടെ ഏത്തക്കപ്പം കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ മന്ദം നടക്കുകയാണ്. മോളോത്തായും കൂടെ നടക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഓടിപ്പോയിട്ട് പൈനാപ്പിളും കൂടെ വാങ്ങിച്ചു. അതിനുശേഷം ക്യാരറ്റ് ആമിമോളാണെങ്കിൽ പൈനാപ്പിൾ പൊക്കി കാണിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ എടുക്കാതിരിക്കാൻ പാടില്ലല്ലോ. എങ്ങനെ അതിനുശേഷം നീങ്ങിപ്പോയി കാറിൽ കയറുന്നു, വീട്ടിൽ പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.